ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ ഗ്ലാമർ വണ്ടിയുടെ എൻജിൻ വർക്കാണ്. എൻജിൻ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. നിലവിൽ നമുക്ക് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ കിറ്റെല്ലാം മാറിയിട്ട് അതേപോലെ 1 ഇയർ വാറണ്ടി, 1 വർഷത്തെ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ പറയണം കേട്ടോ. അപ്പോൾ അതിൻ്റെ എൻജിൻ ക്രാങ്ക് ഷാഫ്റ്റാണ് നമ്മൾ ഇപ്പോൾ ഇത് വന്നത്. ക്രാങ്ക് ഷാഫ്റ്റ് നമുക്ക് റേറ്റ് വന്നത് 3275 രൂപയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരും കേട്ടോ, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ. പിന്നെ അതേപോലെ തന്നെ സിലിണ്ടർ, പിസ്റ്റൺ, റിങ്സ് അടങ്ങുന്ന കിറ്റാണ്. അതിന് വരുന്നത് 3000 രൂപയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം. പിന്നെ അതേപോലെ ക്ലച്ച് ഡിസ്ക്, അതിൻ്റെ ക്ലച്ചിൻ്റെ ക്ലച്ച് ഡിസ്ക് വരുമ്പോൾ 710 രൂപ തന്നെ ഉണ്ട് അതിൻ്റെ എമൗണ്ട് വരുന്നത്. പ്ലേറ്റിന് 220 രൂപയാണ് കോസ്റ്റ് വരാം. പിന്നെ എഞ്ചിനകത്ത് വരുന്ന ടൈമിങ് ചെയിനും അതിൻ്റെ പാഡ് സെറ്റൊക്കെ കൂടിയതാണ്, കിറ്റായിട്ടാണ് വേണ്ട. അതിന് 405 രൂപയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം. പിന്നെ അതിൻ്റെ വാൽവപ്പിൻ്റെ ഓറിങ്, ഗ്യാസ്കറ്റ് ഐറ്റംസൊക്കെയാണ് കേട്ടോ. പിന്നെ അതേപോലെ ഗ്യാസ്കറ്റ് കിറ്റ് 224 ഗ്യാസ്കറ്റ് കിറ്റ് ഉണ്ട്. ഗിയർ ബോക്സിൽ വന്ന ബെയറിങ്ങുകളാണത്. ബെയറിങ് ഇപ്പോൾ 6201 ബെയറിങ് ഉണ്ട്, 6203 ബെയറിങ് ഉണ്ട്, 6001 ബെയറിങ് ഉണ്ട്. ബെയറിങ് സെറ്റുകളാണത്. ഇതെൻ്റെ ക്യാംജൻ്റെ ടെൻഷൻ അസംബ്ലി, റാങ്കിൻ്റെ സൈഡ് ബെയറിങ് കണ്ടത്, നീഡിൽ ബെയറിങ് ആണ്. പിന്നെ അത് കൂടാണ്ട് സെൽഫ് മോട്ടറും കൂടി നമ്മളിപ്പോൾ എഞ്ചിൻ വർക്കിന് പുറമെ സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചെയ്യണ ദിവസം പറഞ്ഞിട്ടുണ്ട്. അതിന് 2175 രൂപ. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെ വന്നത്, എഞ്ചിൻ ഓയിൽ വരുമ്പോഴും ഹീറോൻ്റെ ഒറിജിനൽ കമ്പനി ഓയിലാണ് 380 രൂപ നമുക്ക് കോസ്റ്റ് വരും കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഗിയറിനകത്ത് 3rd ഗിയറും അതേപോലെ 4th ഗിയറിനും കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 3rd ഗിയറും 4th ഗിയറും എന്ന് പറയുമ്പോഴത്തേക്കും ഗിയർ വീലിന് ഒരെണ്ണത്തിന് 405 രൂപ ഉണ്ട്. അതായത് കൗണ്ടർ ഷാഫ്റ്റ് 3rd ഗിയറിൻ്റെ വീലിന് ഒരെണ്ണത്തിന് 405 രൂപ ഉണ്ട്. ഇതിൻ്റെ മെയിൻ ഷാഫ്റ്റിൻ്റെന് 330 രൂപ ഉണ്ട്. ഇതിന് ഒരെണ്ണം 315 രൂപ, ഒരെണ്ണം 385 രൂപ. അപ്പോൾ നമുക്ക് ആ വീലുകളുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റുകളുണ്ട് ഗിയർ ബോക്സിൻ്റെ. അത് ഞാൻ അഴിച്ചിട്ട് പാർട്സുകൾ ഡാമേജ് ഉള്ള പാർട്സ് മാറ്റുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഈ സൈഡൊക്കെ ചെത്തി എടുത്ത് പോകേണ്ടത് ഗിയർ വീലുകളാണത്. ഈ സൈഡൊക്കെ തേഞ്ഞ് പോയേക്കണതാണ് നമുക്കിപ്പോൾ പ്രത്യക്ഷത്തിനകത്ത് നിന്ന് കാണാൻ പറ്റാം. അതാണ് ശരിക്കും എൻ്റെ കംപ്ലയിൻറ്റ്. അതാണ് ആ മൂളിച്ച് സൗണ്ട് കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഗിയർ വീലുകൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നത്. കാരണം നമ്മൾ ഈ കൂട്ടത്തിൽ കൂടെ മാറ്റിപ്പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളത് അഴിച്ചിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടി നല്ല മൂളിച്ച് സൗണ്ടായിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂട്ടത്തിൽ കൂടെ അത് ക്ലിയർ ചെയ്ത് പോകണം. ഈ സൈഡൊക്കെ നോക്കുമ്പോൾ അറിയാം, ഓരോ സൈഡൊക്കെ ചെത്തി എടുത്ത് നല്ല രീതിയിൽ തേമാനം വന്ന് പോയേക്കണമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യണത് 1 ഇയർ വാറണ്ടി, 1 വർഷം വാറണ്ടിയാണ്. 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്ററാണ് അതിൻ്റെ വാറണ്ടി പീരീഡ്. അതിനകത്ത് കുറച്ച് മെയിൻ്റനൻസ് സർവീസുകൾ തന്നെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സാധാരണ ഒരു പുതിയ വണ്ടി എടുക്കുമ്പോൾ തന്നെ സർവീസ് പീരീഡ് പോലെ തന്നെ സർവീസ് പീരീഡൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്ത് തരാം. അപ്പോൾ ജസ്റ്റ് ഞാൻ വണ്ടി സെറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച വൈകിട്ടത്തേക്ക് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. തിങ്കളാഴ്ച കാലത്തൊരു 10-11 മണിക്ക് ആകുമ്പോഴത്തേക്കാണ് സെറ്റിങ് കഴിയുള്ളൂ. അതിനുശേഷം വണ്ടി കയറ്റിയിട്ട് വണ്ടി ടെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിലിടാനുണ്ട്, എഞ്ചിൻ സ്റ്റാർട്ടിങ്ങിലിടാനുണ്ട്, എൻ്റെ പെർഫോമൻസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വർക്കുകളും കൂടി ഉണ്ട് അതിനകത്ത് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് വൈകുന്നേരത്തേക്ക് ആവണേ. ഓക്കെ.